മഹാനായ മൂസാ നബി അലൈഹിസ്സലാം അല്ലാഹുവിനോട് സംസാരിച്ചപ്പോൾ 70,000 മറകളുണ്ടായിരുന്നെങ്കിൽ എന്റെ പ്രിയമുള്ളവരെ, ഞാനും നിങ്ങളും നോമ്പ് മുറിക്കുന്ന സമയത്ത് 2 കൈയും ഉയർത്തിപ്പിടിച്ചിട്ട് അല്ലാഹുവിനോട് ദുആ ചെയ്യുന്ന സമയമുണ്ടല്ലോ, ആ സമയത്ത് നമ്മളുടെയും റബ്ബിന്റെയും ഇടയിലും ഒരു മറയില്ലെന്ന് പ്രവാചകം പഠിപ്പിക്കുമ്പോ എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, യാ സ്വഹാബാ, റമളാൻ മാസത്തിൽ 2 സമയങ്ങളുണ്ട് സഹാബ. റമളാൻ മാസത്തിൽ 2 സമയങ്ങളുണ്ട് സഹാബ. ആ 2 സമയങ്ങളിൽ ആരല്ലാഹുവിനോട് ദുആ ചെയ്താൽ അവന്റെ ദുആ തള്ളപ്പെടില്ലെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. ദുആ ചെയ്താ സ്വീകരിക്കുന്ന 2 സമയമുണ്ട്. ദുആ ചെയ്താ സ്വീകരിക്കുന്ന റമളാനിലെ 2 പ്രത്യേക സമയമുണ്ട്. അല്ലാഹുവിന്റെ റസൂലിനോട് സഹാബത്ത് ചോദിച്ചു, നബിയേ, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകരെ, ആ 2 സമയമേതാ നബിയേ? ആ 2 സമയമേതാ നബിയേ? അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ഇന്നലില്ലാഹി ഇബാദൻ കുല്ലി ഫിത്ർ. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ഇന്നലില്ലാഹി ഇൻദ കുല്ലി ഫിത്രിൻ ഉത്തഖാഉ മിനന്നാർ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, നോമ്പ് മുറിക്കുന്ന സമയമുണ്ടല്ലോ, മഗ്രിബിന്റെ ബാങ്ക് വിളിക്കുന്നതിന് തൊട്ട് മുമ്പുള്ള സമയമുണ്ടല്ലോ, ആ സമയത്ത് ആരല്ലാഹുവിനോട് ദുആ ചെയ്താൽ അല്ലാഹു അവന്റെ ദുആ സ്വീകരിക്കുന്ന സമയമാണ്. ആ സമയത്താണ് 1,00,000 പേരെ പടച്ചവൻ നരകത്തിൽ നിന്ന് കരകയറ്റുന്നത്. മഗ്രിബിന്റെ ബാങ്കുണ്ടല്ലോ, പടച്ചവരെ പാഞ്ഞങ്ങാട് പള്ളിയുടെ മിനാരത്തിൽ നിന്ന് വിളിക്കുന്നത് കേൾക്കാൻ പ്രതീക്ഷയോടുകൂടി ഭക്ഷണങ്ങൾ മുഴുവനും എടുത്തു വെച്ചിട്ട് 2 കൈയും ഉയർത്തിയിട്ട് ദുആ ചെയ്തു. ആ മഗ്രിബിന്റെ ബാങ്ക് വിളിക്കുന്ന സമയത്ത് 1,00,000 പേരെയാണ് പടച്ചവൻ നരകത്തിൽ നിന്ന് കരകയറ്റുന്നത്. ആ സമയത്ത് ആരെങ്കിലും അല്ലാഹുവിനോട് ദുആ ചെയ്താ അവനെ റബ്ബ് വെറുങ്കയോടെ മടക്കില്ലെന്ന് ത്വാഹാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ സമയത്താണ് നമ്മൾ ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നത്. രാവിലെ മുതൽ വൈകുന്നേരം വരെ 13.5 മണിക്കൂർ നോമ്പ് പിടിച്ചിട്ട് അവസാനം നോമ്പ് മുറിക്കുന്നതിന് 10-15 മിനിറ്റ് മുമ്പ് എന്റെ പ്രിയമുള്ളവരെ കൂടിയിരുന്നിട്ട് പല പല ചർച്ചകളാണ്. പള്ളിക്കകത്ത് നോമ്പ് മുറിക്കാൻ ഒരുമിച്ചിരുന്നിട്ട് എന്റെ പ്രിയമുള്ളവരെ അവിടെ ഇരുന്ന് ചർച്ച ചെയ്യുന്നത് മറ്റു പല കാര്യങ്ങളാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാർക്ക് ഇരിക്കാ സമയമില്ല. അവർക്ക് രാവിലെ മുതൽ ജോലി തുടങ്ങിയതാണ്. പെങ്ങളെ, നോമ്പ് തുറിക്കുന്നതിനൊരു 10 മിനിറ്റ് മുമ്പ് നിന്റെ ജോലി മുഴുവനും തീർത്തിട്ട് മോളെ പള്ളിക്കാട്ടില് പോകുമ്പോ രക്ഷപ്പെടണ്ടേ, നരകത്തിൽ നിന്ന് രക്ഷപ്പെടണ്ടേ. പൊന്നുമോളെ, ദുആ ചെയ്താ സ്വീകരിക്കുന്ന സമയമാണ്. പാഴാക്കല്ലേ, പാഴാക്കല്ലേ. അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, റമളാനിലെ 2ാമത്തെ സമയമേതെന്നറിയുമോ? അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, വബിൽ അസ്ഗാരിഹിം യസ്തഗ്ഫിറൂൻ. 2ാമത്തെ സമയം 1-ാം ആകാശത്തിൽ പടച്ചവൻ വന്നിരിക്കുകയാ. 1-ാം ആകാശത്തിൽ അല്ലാഹു വന്നിരുന്നിട്ട് ഭൂമിയിലേക്ക് നോക്കുകയാണ്. ആരാ എന്നോട് ചോദിക്കുന്നത്? ആരാ എന്നോട് ചോദിക്കുന്നത്? എനിക്ക് ദുആ ചെയ്യുന്നവന് ഞാൻ മറുപടി തരാമെന്ന് പറഞ്ഞ് 1-ാം ആകാശത്തിൽ അല്ലാഹു വന്നിരിക്കുന്ന സമയമുണ്ട്. എപ്പോഴെന്നറിയുമോ? ഇടയത്താഴം കടിക്കാൻ എഴുന്നേക്കുമല്ലോ, 3 മണിക്ക് 4 മണിക്ക് എഴുന്നേറ്റ് ഭക്ഷണം കഴിച്ചിട്ട് അല്ലാഹുവേ പള്ളിയുടെ മിനാരത്തിൽ നിന്ന് അസ്സലാത്തു ഖൈറും മിനന്നൗം. അപ്പൊ സുബഹിന്റെ ബാങ്ക് വിളിക്കുന്നത് പ്രതീക്ഷിച്ചിരിക്കുന്ന സമയമുണ്ടല്ലോ. അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, ഭക്ഷണം കഴിച്ചതിന് ശേഷം സുബഹി നമസ്കാരത്തിന്റെ മുമ്പ് ആരല്ലാഹുവിനോട് ദുആ ചെയ്താലും അവനെ റബ്ബ് വെറും കയ്യോടെ മടക്കില്ല. അവൻ ചോദിച്ച കാര്യം അല്ലാഹു കൊടുക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇടയത്താഴം കഴിച്ചിട്ട്, ഇടയത്താഴം ഇവിടെ അതിന് വേറെന്തോ പേരില്ലേ പറയുന്നത്, അത്താഴം. അപ്പൊ ഈ മുത്താനം എന്ന് പറയത്തില്ല. അല്ല, എന്തായാലും കൊള്ളാം. ഞങ്ങളുടെ നാട്ടിൽ നിന്ന് ഇവിടെ മുത്താഴവും ഇടയത്താഴവും അവസാനത്തെ അത്താഴവും അല്ലാഹു നമ്മളെയൊക്കെ കാക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, രാവിലെ എഴുന്നേറ്റ് കഴിക്കുന്ന ഭക്ഷണം, ആ ഭക്ഷണം കഴിച്ചിട്ട് ചിലരൊക്കെ 3 മണിക്കൊക്കെ എഴുന്നേറ്റ് അല്ലാ ഇനിയും ഉണ്ടല്ലോ 1.25 മണിക്കൂർ ഇത്തിരി നേരം കിടക്കും, ഉറങ്ങിക്കളെ.
എന്റെ പ്രിയമുള്ളവരെ, അള്ളാന്റെ റസൂല് പറയുന്നു, സുബഹിന്റെ ബാങ്ക് വിളിക്കുന്നതിന് മുമ്പുള്ള സമയം ദുആ ചെയ്താൽ അള്ളാഹു ഒന്നാൻ ആകാശത്തിൽ വന്നിരുന്നിട്ട് ചോദിക്കുമത്രേ. ആരാ ചോദിക്കുന്നത്? ആരാ എന്നോട് ചോദിക്കുന്നത്? ഞാൻ തരാം. ആ സമയത്ത് ദുആ ചെയ്താൽ സ്വീകരിക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു ദുആ ചെയ്യാൻ ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, മഹാനായ ജാബിർ റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, അഅതിയതു ഉമ്മത്തി ഫീ ശഹ്രി റമളാനി ഖംസാ. റമളാൻ മാസത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല 5 അനുഗ്രഹങ്ങളാണ് എനിക്കും നിങ്ങൾക്കും ചെയ്തു തന്നിരിക്കുന്നത്. ആദം നബി മുതൽ ഈസാ നബി വരെയുള്ള സർവ്വ പ്രവാചകന്മാരും അവരുടെ അനുചരന്മാർക്കും ഒരാൾക്കും അല്ലാഹു ഇന്ന് വരെ കൊടുക്കാത്ത 5 മഹാഭാഗ്യങ്ങളാണ് റമളാൻ മാസത്തിൽ അല്ലാഹു നമുക്ക് തന്നിരിക്കുന്നത്. അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, ഒന്നാമത്തെ മഹത്വം എന്തെന്നറിയുവോ? ഒന്നാമത്തെ പ്രത്യേകത എന്തെന്നറിയുവോ? അല്ലാഹു ഒരു സമുദായത്തിനും കൊടുക്കാത്ത 5 അനുഗ്രഹങ്ങളിൽ ഒന്നാമത്തെ അനുഗ്രഹം എന്തെന്നറിയുവോ? അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, ഇദാ കാന അവ്വലു ലൈലത്തിൻ മിൻ ശഹ്രി റമളാൻ നളറല്ലാഹു തആല ഇലൈഹിം വമൻ നളറല്ലാഹു ഇലൈഹിം ലം യുഅദ്ദിബുഹു അബദാ. ഒന്നാമത്തെ മഹത്വം എന്തെന്നറിയുവോ? റമളാനിന്റെ ഒന്നാമത്തെ രാത്രി നിനക്ക് ഓർമ്മയുണ്ടോ? റമളാനിന്റെ ഒന്നാമത്തെ രാത്രി നിനക്ക് ഓർമ്മയുണ്ടോ? നാളെ റമളാനാണോ എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട്, എല്ലാവരും നാളെ നോമ്പിന്റെ തുടക്കമാണോ എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഇശാ ബാങ്ക് കഴിഞ്ഞിട്ട് നമസ്കരിക്കാതെ കാത്തിരുന്ന ഒരു ദിവസമുണ്ടായിരുന്നല്ലോ. അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, സഹാബാ, ആ ദിവസത്തിൽ അല്ലാഹു ആകാശത്ത് നിന്ന് ഭൂമിയിലേക്ക് നോക്കുകയാണ്. അല്ലാഹുവേ, പള്ളിക്കകത്ത് നോമ്പ് പ്രതീക്ഷിച്ചിട്ട് 2 മാസക്കാലം അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വ ശഅബാൻ വബല്ലിഗ്നാ ശഹ്റു റമളാൻ. 2 മാസം പടച്ചവനോട് പൊട്ടിക്കരഞ്ഞ് ദുആ ചെയ്തിട്ട് എനിക്ക് റമളാൻ വരെ ആയുസ് തരണേ എന്ന് ദുആ ചെയ്ത് കാത്തിരിക്കുന്ന ആ അതിഥി കടന്നു വരുന്ന സമയമുണ്ടല്ലോ, അത് കാത്തിരുന്ന സമയമുണ്ടല്ലോ. എന്റെ പ്രിയമുള്ളവരെ, ഈ വന്ന റമളാൻ ഉണ്ടല്ലോ, എല്ലാവരും വിചാരിച്ച് ചൊവ്വാഴ്ചയായിരിക്കും നോമ്പ്, അല്ലെങ്കിൽ ബുധനാഴ്ചയായിരിക്കും നോമ്പ്. പക്ഷേ എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് പെട്ടെന്ന് റമളാൻ ഇങ്ങ് കേറി വന്നല്ലോ. എന്റെ പ്രിയമുള്ളവരെ, റമളാനിലെ പ്രതീക്ഷിച്ചുകൊണ്ട് നിസ്കാരപ്പായിലിരുന്നവന്റെ മുഖത്തേക്ക് അല്ലാഹു നോക്കുകയാ. അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, ആരുടെയെങ്കിലും മുഖത്ത് അല്ലാഹുവിന്റെ ആ നോട്ടം എത്തിയിട്ടുണ്ടെങ്കിൽ പൊന്നുമോനെ, ലം യുഅദ്ദിബുഹു അബദാ, നരകം നിനക്ക് ഹറാമാണെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുകയാ, റമളാനിന്റെ ഒന്നാമത്തെ രാത്രിയുണ്ടല്ലോ, അല്ലാഹു തന്റെ അടിമകളുടെ മുഖത്തേക്ക് നോക്കുകയാണ്. ആരുടെ മുഖത്താ നോട്ടമെത്തിയോ പിന്നെ ഒരിക്കലും അവനെ റബ്ബ് ശിക്ഷിക്കൂല എന്ന് നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു ആ നോട്ടം കിട്ടിയവരിൽ എന്നെയും നിങ്ങളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.